എന്റെ പൊന്നു മക്കളെ നല്ല കാര്യമാണ്. കുടുംബത്തിൽ പെണ്ണുങ്ങൾക്കും പിള്ളേർക്കും കിടന്നുറങ്ങാവല്ലോ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാട്ടോ. ഒരുപാട് പേരുടെ ജീവിതം നശിപ്പിക്കുന്ന ഒന്നാണ് ലഹരി. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മുടെ തൊടുപുഴക്കാർക്ക് എന്തൊക്കെ പറയാനുള്ളത് നോക്കിയാലോ. സാർ, ഇന്നത്തെ സമൂഹത്തിൽ കൂടുതൽ ആൾക്കാരും ലഹരിയിലാണ്. അപ്പം തൂഫാൻ പോലുള്ള പദ്ധതികളൊക്കെ ഇതിനെ എങ്ങനെയാണ് സഹായിക്കുന്നത്? പോലീസ് കൂടുതലായിട്ടും ഇതിലേക്ക് ഇറങ്ങി ചെന്നിട്ട് സ്കൂളുകളും മറ്റ് പൊതുസ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് കൂടുതൽ സെർച്ചിങ്ങും നിരീക്ഷണവും ശക്തമാക്കും. നമ്മുടെയൊക്കെ പിള്ളേരൊക്കെ കുഞ്ഞു പിള്ളേർ വലുതായി അല്ലേ വരുന്നത്. അവരുടെയൊക്കെ സുരക്ഷിതത്തിന് വേണ്ടി ഇപ്പോഴേ തന്നെ അത് കണ്ടുപിടിച്ച് ചുവടെ തന്നെ അത് കളയുകയാണ്. ആൾക്കാരുടെ ലൈഫ് നശിക്കുന്നുണ്ട്. വീട്ടിലാണേലും ഫാമിലിയിലാണേലും ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ തെറ്റുകളിലേക്ക് പോകുന്നത് ഈ ഒരു മാർഗത്തിലൂടെയാണ് ഡ്രഗ്സ്. ഇപ്പം ഫാമിലി ലൈഫ് ആണെങ്കിലും അല്ലാതെ സോഷ്യൽ ലൈഫ് ഒക്കെ ആണെങ്കിലും പ്രശ്നമാകുന്നതും അവരുടെ മെന്റൽ സ്റ്റേറ്റ് വരെ പോകുന്നത് ഏറ്റവും കൂടുതലും ഇങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് കൊണ്ടൊക്കെയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രം നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല ഇത്. വീട്ടുകാരും നോക്കുന്നത്, ആ വീട്ടിലുള്ള കാരണന്മാരുകളും മറ്റുള്ള ആൾക്കാരും കൂടി ശ്രദ്ധിച്ചെങ്കിലേ ഇതിന് കുറച്ച് മാറ്റം വരും. നിർത്തലാക്കണം, അല്ലാതെ അത് വിറ്റിട്ട് പിന്നെ പിള്ളേർ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലഹരി ഇല്ലാതെ ആക്കണം നമ്മുടെ നാട്ടിൽ നിന്ന്. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇച്ചിരി പേരെ നോക്കും, അടുത്തവർ വലിച്ചു നടന്നിട്ടും കാര്യമില്ല. അവർ ഒരു കാരണവശാൽ ലഹരിക്ക് പുറകെ പോകരുത്. ലഹരിയുടെ പുറകെ പോകുന്നത് ആപത്താണ്. അതൊരിക്കലും നമ്മളെ നന്നാക്കില്ല. അത് ഉപേക്ഷിക്കുക, അത് മാത്രമേ അവരോട് പറയാനുള്ളൂ. ലഹരി കൊണ്ട് ഒരിക്കലും ഒന്നും നേടാൻ സാധിക്കില്ല. അപ്പം നിങ്ങളിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളെപ്പോലുള്ളവർ ചെയ്യുന്നതുകൊണ്ട് ആർക്കെങ്കിലും പിള്ളേർക്ക് ഒരു പ്രചോദനം ആവുകയാണെങ്കിൽ ആവട്ടെ.